ഇത് നമ്മളെ കോട്ടത്തറ എരണിപ്പുഴ മറ്റേ എരണിപ്പുഴ ഭാഗത്ത് ഇതാ അവിടെ നിന്ന് ഇതാ ഒരു മഴ വന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പൊന്തിയിട്ടുള്ളൂ. പക്ഷെ അപ്പോൾ തന്നെ ഇതാ തേങ്ങ പെറുക്കലും കാര്യങ്ങളും അവിടെ മൂടി വെച്ച തേങ്ങ ഇളക്കി ഇതാക്കിക്കാണ്ട് ചാക്കലാക്കി കൊണ്ടുവരുന്ന് കയ്യോടെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ നോക്കുന്ന ഒരു പറമ്പും കൂടിയാണ് അത്. അപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടി പെട്ടെന്ന് വാന്ന് പറഞ്ഞു. വന്നപ്പോൾ ഇതാ 10-50 തേങ്ങ ഉണ്ട്. അപ്പോൾ അത് റിട്ടേൺ അവരെ കൊണ്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടിടിക്കുന്നുണ്ട്. മുതലാളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എന്തപ്പോൾ ചെയ്യുക? ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഇഷ്ടംമാതിരി തേങ്ങ എടുക്കുന്ന ഇതാക്കുന്ന ആളുകൾ. അപ്പോൾ അവരോടൊന്നും പറ്റാതെ അത് ആരൊക്കെയാണെന്ന് അറിയാം. അതാ ലോട്ടറി അടിച്ച നമ്മളെ കോടീശ്വരൻ മുസ്തഫക്ക വരണ്ട്. അറിയില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ചെയ്ത് നിങ്ങളെ കയ്യിൽ നിന്നല്ല ഇപ്പൊ പിടിച്ചിക്കണേ. കൊണ്ടേടി വേറെ വർത്തമാനം ചെയ്യും. അതവിടെ കൊണ്ടേടി. എവിടെ നിന്നാ എടുത്ത് വെച്ചാൽ അവിടെ കൊണ്ടേടി. വേറെ വർത്തമാനം ചെയ്യും. മുസ്താഖ് ഇറങ്ങുമ്പോ ഒരു അടിച്ച് അഞ്ചി കൊടുക്കണം, ഒന്ന് ഓർമ്മ വെക്കാൻ വേണ്ടി. നിങ്ങൾക്ക് പിന്നെ അറിയില്ല, അതുകൊണ്ട് ഞാൻ പാരയില്ല ഇപ്പഴും അവിടെ. ശരി ഈ തേങ്ങ അവർ രണ്ടാളും കൂടി റിട്ടേൺ കൊണ്ടിടാണ് ആ സ്ഥലത്ത് കിട്ടാ. ഇതാ ഞാൻ അത് വീഡിയോ എടുത്ത് കൊടുക്കണേ. എല്ലാവരും കണ്ടാൽ ഇത് അവർ രണ്ടാളും ഞാൻ പറഞ്ഞിട്ട് അവർ രണ്ടാളും റിട്ടേൺ കൊണ്ടിടാണ്. ഇനി അത് ഒഴുകിപ്പോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ മുതലാളിമാർ ആരാണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ വന്നോട്ടെ. വിളിച്ചിട്ട് ആൾ ഫോൺ എടുക്കുന്നില്ല. ആളെ പറയുമ്പോൾ എന്നാണ് എടുത്തുള്ളത് സംഭവം. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. അതിനൊന്നും കുഴപ്പമില്ല. ഇജ്ജ് അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ആക്കിയാൽ മതി. ഞാനും അവിടുന്ന് വിളിച്ച് പിന്നെ രണ്ടാൾക്കാർ അവിടുന്ന് തേങ്ങ അച്ഛൻ കൂട്ടി വെച്ച് തേങ്ങ വെക്കി പോകണ്ട് പെരൻ്റെ അവിടെ വരെ ചെന്നല്ല. പക്ഷെ ഇവർക്ക് ആളെ മനസ്സിലാവണില്ല. ഗണേശൻ മണിയാണെങ്കിലും അവർക്കറിയാം. അപ്പം അങ്ങനത്താണ് ഞാൻ വേഗം അങ്ങോട്ട് പിന്നെ ചൂട്ടരാജൻ്റെ വണ്ടി. ചൂട്ടരാജൻ ഒരിക്കലും വിളിക്കാത്ത ആ വ്യക്തിയാണ്. ചൂട്ടരാജ ഒരു അത്യാവശ്യമായിരുന്നു. ഇതൊന്ന് തറവിന് വിട്ടു കഴിച്ചു. ഞാൻ സത്യത്തിൽ ഗണേശനും മണിയാണ് ഞാൻ വിചാരിച്ചത്. ഒരു വരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഉറപ്പ്. അങ്ങനെ ആയിരുന്നു ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ആൾക്കാർ മാറിയത്. ഇയാളാണ് എല്ലാം കാണാൻ വെറുതെ പുകഴ്ത്തി പിടിച്ചുകൊണ്ട് കളിക്കുമ്പോൾ. ആളെ വേറെ ഫാമിലി വേറെ സംഭവം കാര്യമൊന്നുമില്ല. പെരൻ്റെ അവിടെ വരെ കൂട്ടിച്ച് തേങ്ങ